അയോധ്യയുടെ അന്തരീക്ഷത്തിൽ ആനന്ദത്തിന്റെ മധുരം അലതല്ലിയ കാലം. ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ 4 രാജകുമാരന്മാർ പിറന്നു വീണപ്പോൾ രാജ്യം മുഴുവൻ ദീപാങ്കുരങ്ങൾ പോലെ പ്രകാശിച്ചു. കൗസല്യയുടെ പുത്രനായി ശ്രീരാമനും, കൈകേയിക്ക് ഭരതനും, സുമിത്രാദേവിക്ക് ഇരട്ടകളായി ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. എന്നാൽ ആ സന്തോഷത്തിന്റെ ആരവങ്ങൾക്കിടയിലും ഒരമ്മയുടെ ഹൃദയം വേദനിച്ചു. സുമിത്രാദേവിയുടെ മകൻ ലക്ഷ്മണൻ അടങ്ങാതെ കരയുകയായിരുന്നു. അവന്റെ നേർത്ത കരച്ചിൽ കേട്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എത്ര താലോലിച്ചിട്ടും, എത്ര താരാട്ടുപാടി ഉറക്കിയിട്ടും, എത്ര ഔഷധങ്ങൾ നൽകിയിട്ടും ആ കുഞ്ഞ് ശാന്തനായില്ല. വൈദ്യന്മാരുടെയും ജ്യോതിഷികളുടെയും വാക്കുകൾ നിഷ്ഫലമായി. അവസാനം ദീർഘദർശിയായ ഒരു ജ്ഞാനി രാജസദസ്സിലെത്തി. രാജാവേ, ഇവന്റെ കരച്ചിൽ വിശപ്പോ രോഗമോ കൊണ്ടല്ല. ഇവന്റെ ആത്മാവ് ഒരു നിമിഷം പോലും അകന്നിരിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ ബന്ധത്താൽ ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിന് ശാന്തി ലഭിക്കണമെങ്കിൽ ശ്രീരാമന്റെ സാമീപ്യം അനിവാര്യമാണ്. ഈ വാക്കുകൾ കേട്ട് സുമിത്രാദേവി വിറയ്ക്കുന്ന കൈകളോടെ കുഞ്ഞു ലക്ഷ്മണനെ കൗസല്യാദേവിയുടെ മടിയിൽ ശാന്തമായി ഉറങ്ങുന്ന രാമന്റെ അരികിൽ കിടത്തി. അത്ഭുതം! ആ നിമിഷം ലക്ഷ്മണന്റെ കരച്ചിൽ നിലച്ചു. അവന്റെ കുഞ്ഞുമുഖം പ്രശാന്തമായി. രാമന്റെ മൃദുലമായ സ്പർശമേൽക്കുമ്പോൾ സൂര്യകാന്തി പുഷ്പം പോലെ അവന്റെ മുഖത്തൊരു മന്ദഹാസം വിരിഞ്ഞു. ഈ ജന്മവും ഇനി വരുന്ന ജന്മവും എല്ലാം രാമന് വേണ്ടി ജീവിക്കാനും, രാമനെ സേവിക്കാനും, രാമനോടൊപ്പം സദാ തോളോട് തോൾ ചേർന്ന് നിൽക്കാനും വിധിക്കപ്പെട്ടവനാണ് ലക്ഷ്മണൻ. ആത്മബന്ധത്തിൻ്റെ ഈ അദൃശ്യ ചരട് ജന്മം മുതൽ തന്നെ